എല്ലാ ഫ്രണ്ട്സിനും srvlogsൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിത് സ്ഥിരം കാണുന്ന നമ്മുടെ കുഞ്ഞ് ഗാർഡനാണ്. അപ്പോൾ ഈ ഗാർഡനിലാണെങ്കിൽ കുറച്ച് ഗപ്പീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഗപ്പീസ് കിടക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അതറിയായിരിക്കും. നമ്മളിതിൽ കുറച്ച് മിക്സഡ് ഗപ്പീസൊക്കെ കൊണ്ടിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ 2 ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ അതിലൊന്നും മീനിടാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ വെള്ളം ക്ലിയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഗപ്പീസ് ഇതിൽ കൊണ്ടുവരുന്നതാണ്. ചെടികളൊക്കെ എല്ലാം മഴയാണ്, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. വീണ്ടും നമ്മുടെ കലയുടെയൊക്കെ വീണ്ടും പുതിയ വെറൈറ്റി കളറുകളൊക്കെ പൊടിച്ചു തുടങ്ങി. മഴ പെയ്തപ്പോൾ നേരത്തെ കരിഞ്ഞു നിന്ന സംഭവങ്ങളായിരുന്നു, അതെല്ലാം വീണ്ടും തെളുത്തു തുടങ്ങി. മഴ സമയമാകുമ്പോൾ വീണ്ടും പിന്നെ ഇത് നമുക്കറിയായിരിക്കും, നിശാഗന്ധിയാണ്. ഇത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വീണ്ടും നമ്മുടെ പഴയ ടാങ്ക് ഫുള്ളും പായൽ പിടിച്ച് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഫുള്ള് ഇവിടെ കിടന്ന് കൂത്താടിയും പിടിച്ച് പായലൊക്കെ നല്ല വലുതായിട്ടുണ്ട്. നല്ല മുട്ടപ്പായലൊക്കെ നല്ല വലുതായി. ഇതിൻ്റെ അകത്ത് ഒരുപാട് പായലുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം ഇതല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇതൊന്നുമല്ല. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് നമ്മുടെ ഫിഞ്ചസിൻ്റെ കൂടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫിഞ്ചസിൻ്റെ കൂടാണ്. അപ്പോൾ ഇതിൽ നമുക്കാണെങ്കിൽ നേരത്തെ 4 വിഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലത്തിന് മുമ്പേ, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മുടെ ഒരു വിഞ്ചസ് പറന്നു പോയായിരുന്നു. അതിപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് അത് പോയത്. ഇപ്പോൾ മുകളിലിരിക്കുന്ന ടോപ്പിലിരിക്കുന്ന 2 വൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്ന ആ ഫിഞ്ചസ് 2 പെയറാണ്, ഒരു ജോഡിയാണ്. മറ്റേ ഒരു ബ്രൗൺ ആയിട്ട് വരുന്ന സീബ്ര ഫിഞ്ചസ്, അതിൻ്റെ ജോഡിയാണ് നമുക്കിവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് ഞാനാണെങ്കിൽ ഈ ഡോറ് ആഹാരം ഇടാൻ വേണ്ടി തുറന്ന ടൈമിലാണ് അത് പറന്നു പോയത്. അപ്പോൾ അത് കാരണം ഇതിപ്പോൾ 3 എണ്ണമായിട്ട് കിടക്കുന്നതുകൊണ്ട് 2 എണ്ണം പെയറായതുകൊണ്ട് അത് 2 ഒരു ചട്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ മറ്റത് ഒരെണ്ണമായിട്ടൊന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു പെയർ വാങ്ങിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളൊരു വിഞ്ചസിനെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. പരണിയം വഴിമുക്കുന്ന സ്ഥലത്താണ് ഈ അക്വേറിയം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കൂടുതലായിട്ട് ഫിഞ്ചസുകളെയും പ്രാവുകളെയും എല്ലാം കാണാം. അപ്പോൾ പ്രാവിൽ തന്നെ ആസ്ട്രേലിയ റെഡ് പോലത്തെ പ്രാവൊക്കെ ഇരിപ്പുണ്ട്. അതുമാത്രമല്ല സബ്ജ വൈറ്റ്, പിന്നെ ഇത് ഒരുമാതിരി പറത്തി പ്രാവാണ്. ഓക്കെ, പിന്നെ നമ്മൾ ലവ് ബേർഡ്സ് കിടപ്പുണ്ട്. അപ്പോൾ ഫിഞ്ചസ് കിട്ടന്മാരൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വൈറ്റും ഉണ്ട്, കളറും ഉണ്ട്. അപ്പോൾ കളറിൽ നിന്നാണ് നമുക്കിപ്പോൾ ഒരു മെയിൽ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, ഇത് ഫീമെയിൽ മെയിലല്ലേ ഇത്? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഈ പൊട്ട്. ഓക്കെ. ഈ 2 സൈഡുള്ള അല്ലേ? 2 സൈഡുള്ള പൊട്ട്. ഓക്കെ. അതെല്ലാ പിഞ്ചസിനും അങ്ങനെയാണോ? ഇല്ല, കളർ പിഞ്ചസിന് മാത്രം. കളർ പിഞ്ചസിന് മാത്രം. ഓക്കെ. ഇതിൽ പിന്നെ വെള്ള പിഞ്ചസിന് വന്നിട്ട് കൊമ്പിൽ കളറാണ്. കൊമ്പിൽ കളർ വരും അല്ലേ? ഓക്കെ. റോസ് കളർ വന്ന ഫീമെയിൽ, അതും ഫീമെയിൽ. ഓക്കെ. മറ്റേതാണെങ്കിൽ അതേപോലത്തെ റെഡ് കളറായിരിക്കും. ഓക്കെ. അത്രയും റെഡ് കയറി നിൽക്കും. ഓക്കെ. അപ്പോൾ അതാണ് ഇത് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് അതല്ലേ? ഇതിന്റെ പിടയെന്ന് പറഞ്ഞാൽ ഈ വര മാത്രമേ കാണൂ. അതെ. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വര മാത്രമാണ്, ബ്രൗൺ ആണ് ഫുള്ള്. അത് പെട എന്നല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അതിന് മെയിലാണ് വേണ്ടത്. ഇതിപ്പോൾ എത്ര ചേട്ടാ? ഇതിപ്പോൾ 115. 115. ഓക്കെ. 115 രൂപ കൊടുത്തൊരു ഫിഞ്ചസ് മെയിലിനെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ മെയിലിനെയൊക്കെ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഈ വിഞ്ചസിനെ കുറിച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് റിലീസ് ചെയ്യുന്നതാണ് വിഞ്ചസിനെ. അപ്പോൾ നമ്മൾ വിഞ്ചസിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്ന വിഞ്ചസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള വിഞ്ചസാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ റൈറ്റ് സൈഡ് 2 സൈഡും റെഡ് വരുന്ന ഇതാണ് മെയിൽ, മറ്റത് ഫീമെയിലും. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.